PV അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പി ശശി. പാർട്ടിയുമായി ആലോചിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, പി ശശി അൻവറിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. എങ്ങനെയാണ് നിയമ നടപടിയുമായി എങ്ങനെ പോകാനാണ് ആലോചിക്കുന്നത്? അതായത് PV അൻവർ ഉന്നയിച്ചിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളിലാണ് ഇപ്പോൾ പി ശശി നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. പാർട്ടിയുമായി ആലോചിച്ച ശേഷം ഏത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തും എന്നുള്ളതാണ് പി ശശിയെ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തിപരമായ രീതിയിൽ സ്ത്രീകളോട് ഉൾപ്പെടെയുള്ള പെരുമാറ്റം ഉൾപ്പെടെ തന്നെ പൊതുമധ്യത്തിൽ അവഹേളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പരാമർശങ്ങൾ, ചില പ്രതികരണങ്ങളാണ് അൻവർ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പാർട്ടിയുമായി ആലോചിച്ച് ഏത് തരത്തിലാണ് ഇതിനകത്ത് നിയമ നടപടി സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻവറിനെതിരെ ഒരു നിയമ നടപടിക്ക് പി ശശി ഒരുങ്ങുകയാണ്. ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് എത്തിയാൽ ഇത് കൂടുതൽ രാഷ്ട്രീയപരമായി തന്നെ ചർച്ചയായി മാറുകയും ചെയ്യും. എന്തായാലും അൻവറിനെതിരെ ഇപ്പോൾ പി ശശി നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. പക്ഷേ ഏത് തരത്തിലുള്ള ഒരു നിയമ നടപടി ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. പാർട്ടിയുമായി ആലോചിച്ച് പാർട്ടിയുടെ നേതാക്കളുമൊക്കെയായി ആലോചിച്ചതിന് ശേഷമായിരിക്കും അത് ഏത് തരത്തിലുള്ള ഒരു നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അൻവറിനെതിരെ ഒരു പോർമുഖത്തേക്ക് ഒരു നിയമ നടപടിയായി നിയമപരമായ ഒരു രീതിയിലേക്ക് ഈ പോരാട്ടം മാറുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്. ശ്രുതി. അർജുൻ കല്യാട് തുടരുക. ശ്രീജിത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീജിത്ത്, ഇപ്പോൾ ഇതാ രാഷ്ട്രീയപരമായ ഒരു നിയമ പോരാട്ടം കൂടി കനക്കുകയാണ്. PV അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പി ശശി ഒരുങ്ങുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഇതിന്റെ ഇങ്ങനെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി കടക്കുമ്പോൾ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ്? PV അൻവർ പാർട്ടിക്ക് നൽകിയ പരാതി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും പരസ്യമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരമൊരു പരാതി പരസ്യമാകുമ്പോൾ പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു എന്നത് മാത്രമല്ല, അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു ഐഡന്റിറ്റി കൂടിയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആക്ഷേപകരമായ പരാമർശങ്ങൾ അക്കാര്യത്തിലുണ്ട്. അത്തരം ആക്ഷേപകരമായ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് നിയമപരമായ നടപടികളിലേക്ക് അല്ലെങ്കിൽ മാനനഷ്ട കേസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതെന്ന് വേണം ഈ നിയമപരമായ നടപടിയിലൂടെ നമ്മൾ അർത്ഥമാക്കേണ്ടത്. അത്തരമൊരു നടപടിയിലേക്ക് ശശിക്ക് നീങ്ങാതെ മറ്റ് മാർഗമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തെ പൊതുജനമധ്യത്തിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണുള്ളത്. രണ്ട് ഗുരുതര സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതിലൊന്ന് ഓഫീസിൽ വരുന്ന സ്ത്രീകളോട് പരിധി വിട്ട് പെരുമാറി എന്നുള്ളതും, മറ്റൊന്ന് ഈ പാർട്ടിക്ക് സർക്കാരിന് മുന്നിലേക്കും വരുന്ന മറ്റ് പരാതികൾ, കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തെ മധ്യസ്ഥനാകുകയും പണം പറ്റുകയും ചെയ്യുന്ന ആരോപണം. ഈ രണ്ട് ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ നിയമ നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ശശിക്ക് മുന്നിലുണ്ട്. അത്രയ്ക്ക് ഗുരുതരമായ ആക്ഷേപങ്ങളാണ് അദ്ദേഹം നേരിടുന്നത്. എന്നാൽ പാർട്ടിക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഈ പരാതി പരിശോധിക്കാതെ പോകാൻ പാർട്ടിക്കും കഴിയാത്ത സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് പാർട്ടിയുമായി കൂടി ആലോചിച്ച് നിയമ നടപടിയിലേക്ക് പോകുമെന്ന് ശശി പറയുന്നതിന് കാരണം. എന്ത് തന്നെ ആയാലും മുഖ്യമന്ത്രി ഓഫീസിനെതിരെ അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങളാണ്, പരാതികളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത് എന്നതുകൂടിയാണ് ഈ നിയമ നടപടിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം.